ഇന്നത്തെ പഠനഭാഗത്തിലെ ഒന്നാം ചോദ്യം: യെഫുന്നയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാലെബ്. ക്വസ്റ്റ്യൻ നമ്പർ 2: ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ആരുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗോത്രപിതാവുമായ. ക്വസ്റ്റ്യൻ നമ്പർ 3: എന്തിന്റെ പടത്തൊപ്പി അണിയിക്കുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രക്ഷയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 4: അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി, അവന്റെ തീഷ്ണതയിൽ അവരുടെ ഡാഷ് ചുരുങ്ങി. പ്രഭാഷകൻ 48 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എണ്ണം. ക്വസ്റ്റ്യൻ നമ്പർ 5: വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശദീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 45 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മോശ. ക്വസ്റ്റ്യൻ നമ്പർ 6: അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ആര് ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 7: തിമ്നായിലുള്ളവരോട് സാംസൺ ഒരു കടംകഥ പറയാൻ പോകുന്നു. വിരുന്നിന്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്ത് തരും എന്നാണ് സാംസൺ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം. ക്വസ്റ്റ്യൻ നമ്പർ 8: ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന് ആദ്യത്തെ എന്ത്? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേര്. ക്വസ്റ്റ്യൻ നമ്പർ 9: അവർ ദാഷ് അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ യജമാനനോട് പറഞ്ഞു, നമുക്ക് ജബൂസ്യരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജബൂസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 10: ആ തിമ്നാക്കാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഡാഷ് അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരനെ കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്. ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 11: ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ ഡാഷ് ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുസ്മരിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 12: അവിടുത്തെ ജ്ഞാനത്തിന്റെ എന്ത് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു? പ്രഭാഷകൻ 42-ാം അധ്യായം 21-ാം വാക്യത്തിൽ നിന്ന് എഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹിമകൾ. ക്വസ്റ്റ്യൻ നമ്പർ 13: നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും ഏത് ക്രമത്തിൽ പ്രകീർത്തിക്കാം? പ്രഭാഷകൻ 44 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ എ തലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 14. പങ്കാളിയും സഹയാത്രികനുമായി എന്ത് തീർക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കണക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 15. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരു വൃത്തിനെ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇത് കേട്ടപ്പോൾ അവൻ വളരെ ഡാഷ്, കാരണം അവൻ വലിയ ധനികനായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വ്യസനിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 17. ആ ഇടച്ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ ഡാഷ് പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1000. ക്വസ്റ്റ്യൻ നമ്പർ 18. എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും ഡാഷ് അല്ല. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അപൂർണമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 19. അവിടുത്തെ ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു. എപ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉറിയുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 20. മിക്ക പറഞ്ഞു, എന്നോട് കൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് ഡാഷ് തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 21. ദൈവത്തിൻ്റെ എന്ത് ശീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആലയം. ക്വസ്റ്റ്യൻ നമ്പർ 22. യൂദായിലെ ബെത്ലഹേമിൽ യൂദാ വംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ആര്? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരു ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 23. തങ്ങളുടെ ഏത് ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സഹോദര. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇസ്രായേൽ മിസ്പയിലേക്ക് പോയിരിക്കുന്നുവെന്ന് ഏത് ഗോത്രക്കാർ കേട്ടു? ന്യായാധിപന്മാർ 20 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രഹസ്യം. ക്വസ്റ്റ്യൻ നമ്പർ 26. അഹറോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള എന്താണ് അണിയിച്ചിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കിരീടം. ക്വസ്റ്റ്യൻ നമ്പർ 27.
അവിശ്വസ്തയായ ഡാഷ് നിലയ്ക്ക് നിർത്തുന്നതും നന്ന്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 28. കാലത്തിന്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ആരിലാണ് ഒന്നിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 30. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്ത് വരുന്നു? പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 31. എൻ്റെ ഡാഷ് എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരീക്ഷകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 32. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ആരിലാണ് തിരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 33. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും ഡാഷ് ജീവിക്കും. പ്രഭാഷകൻ 48 അധ്യായം 11 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അനുഗ്രഹീതർ. ക്വസ്റ്റ്യൻ നമ്പർ 34. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് ഡാഷ് നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സകലതും. ക്വസ്റ്റ്യൻ നമ്പർ 35. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ ഡാഷ് നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 36. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ എന്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതൃസ്വത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 37. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ആര് വെളിപ്പെടുത്തിയ മഹത്വം എസെക്കിയേൽ ദർശിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 38. ബ്രഫോസ് എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗ്രീക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 39. ഡാഷ് പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദേവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോട് കൂടെ ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മനോവയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 40. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരു ഉപമ. ക്വസ്റ്റ്യൻ നമ്പർ 41. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. ഡാഷ് സമാധാനം, അത്യുന്നതകളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. പൂരിപ്പിക്കുക.
ഉത്തരം ഓപ്ഷൻ ഡി, സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആരെ നിങ്ങൾ ധരിക്കുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പുതിയ മനുഷ്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 43. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്ഷമിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 44. മനുഷ്യരെയും എന്തിനേയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്ക് തീ വെച്ചു. ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മൃഗങ്ങളെയും. ക്വസ്റ്റ്യൻ നമ്പർ 45. എന്നിൽ നിന്ന് കീടങ്ങളെന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വസ്ത്രത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 46. ജഫ്തായുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മിസ്പ. ക്വസ്റ്റ്യൻ നമ്പർ 47. ഏത് പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ചു സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 48. അവൻ തിരിച്ചു വന്നു മാതാപിതാക്കന്മാരോട് പറഞ്ഞു, ഡാഷ്, ഞാൻ ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തിമ്നായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 49. ലേവ്യനും കൂടെയുള്ളവനും യാത്ര ചെയ്ത ഏത് ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 50. ഒരു ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. പ്രഭാഷകൻ 42 അധ്യായം 20 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വാക്കും. ക്വസ്റ്റ്യൻ നമ്പർ 51. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് ആരാണ് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശതാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 52. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്കിലും ഡാഷ് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മനുഷ്യപുത്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 53. അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും ഡാഷ് ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പഠിപ്പിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 54. ഒലിവ് മലയ്ക്കരികെയുള്ള ബേത്ഫഗെ, ഡാഷ് എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബദാനിയ. ക്വസ്റ്റ്യൻ നമ്പർ 55. കർത്താവ് ആരുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഹറോന്റെ.
ക്വസ്റ്റ്യൻ നമ്പർ 56. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവന്റെ മേൽ ആവേശപൂർവ്വം എന്ത് ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കുറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 57. മനോവായും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ ഡാഷിലൂടെ ഉയർന്നു പൊങ്ങി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അഗ്നിജ്വാലയിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 58. എവിടുത്തെ ബേത്ലഹേമിൽ യൂദാവംശനായ ഒരു യുവാവുണ്ടായിരുന്നു. അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യർ. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദായിലെ. ക്വസ്റ്റ്യൻ നമ്പർ 59. ലോത്തിന്റെ ഡാഷ് അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാളുകളിലും. ക്വസ്റ്റ്യൻ നമ്പർ 60. സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. ഡാഷ് മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 61. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും ഏത് ക്രമത്തിൽ പ്രകീർത്തിക്കാം? പ്രഭാഷകൻ 44 എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, തലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 62. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ആരെ അയച്ച് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ചാരന്മാരെ. ക്വസ്റ്റ്യൻ നമ്പർ 63. അവനോട് കൂടെ താമസിക്കാൻ ഡാഷ് സന്തോഷമായി. ആ യുവാവ് അവന് പുത്രനെ പോലെ ആയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലേവ്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 64. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ ഡാഷ് വഴി നിർവഹിക്കപ്പെടുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 65. സാംസൺ പാതിരാ വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോട് കൂടെ പറിച്ചെടുത്ത് എവിടെ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ എന്തിനും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പിതൃത്വങ്ങൾക്കും. ക്വസ്റ്റ്യൻ നമ്പർ 67. ഇസ്രായേൽ മിസ്പയിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ഡാഷ്. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആവശ്യപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 68. എന്തുപോലെയാണ് സഹോദരന്മാർ ഷിമിയോനെ ചുറ്റി നിന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൂമാല പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 69. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ,
സക്കേവൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 70. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതൻ സേവകനെ വെട്ടി അവന്റെ എന്ത് ചെയ്തിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വലത്ത് ചെവി. ക്വസ്റ്റ്യൻ നമ്പർ 71. അവനുശേഷം എവിടുത്തുകാരനായ ഏലോൻ ഇസ്രായേലിൽ 10 വർഷം ന്യായപാലനം നടത്തി. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സെബലൂൺകാരനായ. ക്വസ്റ്റ്യൻ നമ്പർ 72. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ആരെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 73. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. പ്രവാചകൻ 41 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 74. സ്വധർമ്മത്തോട് പുലർത്തുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിശ്വസ്തത. ക്വസ്റ്റ്യൻ നമ്പർ 75. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ എന്തനുസരിച്ചാണ് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഭീഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 76. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ എന്തിനായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സത്പ്രവർത്തികൾക്കായി. ക്വസ്റ്റ്യൻ നമ്പർ 77. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തു പോയി എവിടെ വിശ്രമിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒലിവുമലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 78. 600 പേർ മരുഭൂമിയിൽ ഏത് പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റിമോൺ. ക്വസ്റ്റ്യൻ നമ്പർ 79. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹിതരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 80. ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ എന്തിനെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി തിക്കിക്കോസിനെ അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹൃദയങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 81. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശകാരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 82. നാം ചെയ്യാൻ വേണ്ടി ആര് മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 83. ആരെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വത്സല മക്കളെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 84.
എന്നാൽ ആ രാത്രി അവിടെ ഡാഷ് അവൻ തയ്യാറായില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പാർക്കാൻ. ക്വസ്റ്റ്യൻ നമ്പർ 85. അവരാകട്ടെ ഡാഷ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രൂശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 86. ജഫ്തായെ അടക്കിയ സ്ഥലമേത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗിലെയാദ്. ക്വസ്റ്റ്യൻ നമ്പർ 87. എൻ്റെ ആലയം എന്ത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പ്രാർത്ഥനാലയം. ക്വസ്റ്റ്യൻ നമ്പർ 88. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ഡാഷ് നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 89. അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് ഡാഷ് ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കൊള്ള. ക്വസ്റ്റ്യൻ നമ്പർ 90. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബിയായിൽ നിന്നും വന്ന 20,000 ആരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 91. ഏത് ഗോത്രജനായ ജസ്സിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു? പ്രഭാഷകൻ 45-ാം അധ്യായം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദ. ക്വസ്റ്റ്യൻ നമ്പർ 92. അത്ഭുതകരമായി വളരുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ചന്ദ്രക്കലയെ. ക്വസ്റ്റ്യൻ നമ്പർ 93. സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. എന്തിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരണത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 94. അവന്റെ കാര്യം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? പ്രഭാഷകൻ 46-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 2. ക്വസ്റ്റ്യൻ നമ്പർ 95. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു. അവർക്ക് കൂടുതൽ കഠിനമായ എന്ത് ലഭിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശിക്ഷാവിധി. ക്വസ്റ്റ്യൻ നമ്പർ 96. ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രങ്ങളിലേക്കും ഭവനത്തിലേക്കും പിന്നെ എവിടേക്കുമാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവകാശഭൂമിയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 97. ആരെ പുരോഹിതരായി ലഭിച്ചതുകൊണ്ട് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഒരു ലേവ്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 98. ഡാഷ് ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. പ്രഭാഷകൻ 42-ൽ നിന്ന് പൂരിപ്പിക്കുക.
ഉത്തരം ഓപ്ഷൻ ഇ, ഭൂതവും. ക്വസ്റ്റ്യൻ നമ്പർ 99. ഫിലിസ്തീനയുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ആരായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ന്യായാധിപൻ. ക്വസ്റ്റ്യൻ നമ്പർ 100. ആര് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് പർവ്വതങ്ങൾ വിറകൊള്ളുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്യുന്നതൻ. നന്ദി.